എല്ലാവരും സുഖമല്ലേ? ഇന്ന് എരിശ്ശേരി ഉണ്ടാക്കാൻ കാണിച്ചു തരാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിന്ന് ചൊച്ചക്കയാണ് യൂസ് ചെയ്തത്. ചൗ ചൗ ചോക്കോസ് എന്നൊക്കെ ഇതിന് പേരുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3/4 കപ്പ് പരിപ്പ്, പിന്നെ ചൊച്ചക്കേന ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പരിപ്പിനെ വാഷ് ചെയ്ത് പ്രഷർ കുക്കറിലിട്ടു. അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ, ജീരകം, മഞ്ഞൾപ്പൊടി അത് അരച്ച് വെക്കുക. പിന്നെ ഒരു സവോള കൊത്തിയരിഞ്ഞത് വേണം. ഒരു 3-4 പച്ചമുളക് വേണം. സവോളയും പച്ചമുളകും പരിപ്പും പ്രഷർ കുക്കറിൽ വേവിക്കുക. അരപ്പ് റെഡി ആയിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് കടുക്, വറമുളക്, കരിവേപ്പില, പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങയാണ്. ഇതിപ്പം പരിപ്പും ചൊച്ചക്കയും സവോളയും പച്ചമുളകും ഇട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിക്കാം. പരിപ്പ് വല്ലാണ്ട് വേവുള്ളതാണെങ്കിൽ ചൊച്ചക്ക കൂടെ ഇട്ട് വേവിക്കണ്ട. ഒരു അര വേവാകുമ്പം ചൊച്ചക്ക ഇട്ടാൽ മതി. ഇതിന് ഞാൻ കുറച്ച് ഡൈല്യൂട്ട് ചെയ്തു. ഉപ്പ് ഇടണം. ഇനി നമുക്കിതിലേക്ക് വറുത്തിടുക വേണ്ടത്. വറവിടുന്നതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇതിന് വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ തന്നെ യൂസ് ചെയ്യുക. ഇതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടുമ്പം വറമുളക്, കരിവേപ്പില ഇടുക. തേങ്ങ നിങ്ങൾ ഇടുന്നത് ഫ്രഷ് തേങ്ങയാണെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ ആദ്യം തന്നെ ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക. എൻ്റെത് ഡെസിക്കേറ്റഡ് ആയതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ഇട്ടത്. അതിങ്ങനെ ഒരു ബ്രൗൺ കളർ ആവണം. എന്നിട്ട് നമുക്കിതിലേക്ക് കറിയിലേക്ക് ഒഴിക്കാം. ഇതൊരുവിധം എല്ലാ വീട്ടിലും ഡെയിലി എന്ന് പറഞ്ഞ പോലെ ചെയ്യുന്ന കറിയായിരിക്കും. ഇത് അറിയാത്തവർക്ക് വേണ്ടി ചെയ്തതാണ്. താങ്ക്സ് കേട്ടോ. ഇത് പപ്പായയും വെള്ളരിക്കയും ഒക്കെ ഉപയോഗിച്ച് ചെയ്യും. പച്ചക്കായ ഇട്ടിട്ടും ചെയ്യും. താങ്ക്സ്.